വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് കളർ ഓർ ഡൈ. റോബ്ലോക്സിലെ ഗെയിമാണ്. ഇതിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 ആണ്. തുടങ്ങാം. ഇതിൻ്റെ ഒരു ഫുൾ ഗൈഡായിട്ടുള്ള ഒരു ട്യൂട്ടോറിയലും കൂടിയാണ്. പിന്നെ ഹൗ ഐ പ്ലേ ദിസ് എന്നും നമ്മൾ കാണിക്കുന്നുണ്ടായിരിക്കും. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മേക്ക് ഷ്യൂർ ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ വീഡിയോസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ഓക്കെ, അതുമാത്രമല്ല, നമ്മുടെ അടുത്ത് വന്ന് ഈ വെള്ള സാധനം ഉണ്ടല്ലോ, അതാണ് ഇതിനകത്തെ മോൺസ്റ്റർ. നമ്മൾ അതിൻ്റെ കയ്യിൽ നിന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അതാണ് മെയിൻ ടാസ്ക്. ഓക്കെ, നമ്മൾ അന്നേരം സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ഞാൻ കണ്ടുകൂടെ. അവിടെ ഇട്ട് നമ്മൾ കയറി. ഇനി ഇവിടെ ഒരു എന്തൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു ഓബിയാണ്. എന്നിട്ട് നമുക്ക് ഈ ഓബി ചെയ്യാം. ഓക്കെ, അങ്ങനെ തുടക്കം വീണ് ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഓബി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇപ്പം നമുക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. അന്നേരം ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ഇതെണക്കത്തെ ഡോറ് നമുക്കിനി തുറക്കാൻ പറ്റും. നമ്മളിവിടെ റെഡിൻ്റെ തുറന്ന് നമുക്ക്. പക്ഷെ മോൺസ്റ്റർ വരുന്നു. പിന്നെ ഗ്രോ ഗാർഡൻ കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. ഇന്നലത്തെ അപ്ഡേറ്റിനായിരിക്കും കയറിയെന്ന് ഒന്ന് പറഞ്ഞേരെ. പിന്നെ കമൻറ്റ് ചെയ്തേരെ ആരൊക്കെയാണ് ജാൻഡലിൻ്റെയും പിന്നെ സാമയുടെയും ടീമിലുള്ള. ഞാൻ ഗ്രോ ഗാർഡൻ ഫാനാണ് ഗൈസ്. പിന്നെ നമുക്ക് എല്ലോടെ ഇത് തുറക്കാം. മോൺസ്റ്റർ. ഓക്കെ, ഇനി ഇവിടെ അടുത്തൊരു ഡോറുണ്ട്. നോക്കാം. OMG, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈ തന്നെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഹാഫ് വേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർറേറ്റഡ് ഗെയിമാണ് ഗൈസ്. എന്ന് വെച്ചാൽ കാരണം നല്ല അടിപൊളി ഗെയിമുമാണ്, പക്ഷേ അത്രയ്ക്ക് ഫേമസ് അല്ല. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഗ്രീൻ ഡോറിനെ ഓപ്പൺ ചെയ്യാം. അങ്ങോട്ട് ചെല്ലാൻ ഇത്തിരി പാടായിരിക്കും, കാരണം ഗ്രീൻ എന്ന് പറയുന്ന കളറ് അധികമൊന്നും ഇല്ല, ഇത്തിരി റെയറാണ്. മോൺസ്റ്റർ. ഓക്കെ, നമുക്ക് ഗ്രീൻ്റെ അടുത്തോട്ട് പോവാം. നമുക്ക് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ടോട്ടൽ 13 ബ്രഷ് വേണം, പെയിൻറ്റിങ് ബ്രഷ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന മൊത്തം കളറ് അൺലോക്കും ചെയ്യണം. ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ട്. സ്റ്റെയർ ചെല്ലുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ബ്രഷ് കിട്ടും. അതെടുക്കാം. പ്രിറ്റി മച്ച് ഹാഫ് വേ ഡൺ. നമ്മളിപ്പം ഈ ഗെയിമിൻ്റെ തന്നെ പാതികളും ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനി എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലണം ഗ്രീൻ്റെ അടുത്തോട്ട്. നമ്മളങ്ങനെ ഗ്രീൻ്റെ ഡോറ് തുറന്നു.
ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പസിൽ കൂട്ടൊരു സാധനം കിട്ടും. അത് വന്ന് ഇവിടെ ട്രയാങ്കിളിൻ്റെ ഷേപ്പിൽ ഇടുമ്പം നമുക്കവിടെ ബ്ലൂവോ പർപ്പിളോ അങ്ങോട്ട് പെയിൻറ്റ് കിട്ടും. ഓക്കെ, ജസ്റ്റ് മിസ് ഗൈസ്. ഇനിയിപ്പോൾ ടീലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത മറ്റേ റെഡിൻ്റെ ഒരു ഓബി ഇല്ലേ, അതിനിപ്പോൾ അവിടെ നമ്മളിപ്പം തിരിച്ച് ഗ്രീൻ്റെ അടുത്ത് തന്നെ വന്നേക്കും. അടുത്ത ജസ്റ്റ് മിസ്. ഞാൻ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം ആ മോൺസ്റ്റർ ഈ ഒരു ഏരിയന്ന് പോകുന്നില്ല. ഓക്കെ, എത്താറായി. അങ്ങനെ നമ്മൾ തിരിച്ച് സേഫ് സോണിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മൾക്ക് ചെല്ലണം. ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് നമ്മളൊരു ഓബിയിൽ ചെന്നില്ലേ, അവിടെ അതിൻ്റെ അറ്റത്ത് നമ്മുടെ ടീലുണ്ട്. അതുകൊണ്ടങ്ങ് ബേസിക്കലി ഈ ഓബി ഇത്തിരി ഹാർഡാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തുടർച്ച ചാപ്റ്റർ 2ൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തേലൊക്കെ ആകുമ്പോഴത്തേക്കും താഴെ അങ്ങ് വീഴും. ഇതാണ്ട ഓക്കെ. അങ്ങനെ നമ്മളിപ്പം ടീലിൻ്റെ കളറിൽ നമ്മൾ മറ്റേ ഗ്രീൻ്റെ അവിടെ ഒരു കളർ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് അവിടെ ചെന്നിടണം. എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മൾ സ്ഥലങ്ങളെല്ലാം ഓർത്തിങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ വഴി തെറ്റും. മോൺസ്റ്റർ അവിടെ ചുമ്മാതെ വഴി കിട്ടാതിരിക്കുമായിരുന്നു. ഞാൻ ചെന്നങ്ങ് വിളിച്ചു വരുത്തി. ഓക്കെ, ഇവിടെ നമുക്ക് അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമായത്. അന്നേരം സ്പിന്നൊന്നുമില്ല. ഓക്കെ, സോ നമ്മളങ്ങനെ എത്താറായി. എത്തി. നമ്മൾ ഈ ഷേപ്പ് ഒന്ന് ഇവിടെ ഇടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്ലൂ കിട്ടും. യെസ്, ബ്ലൂ എന്ന് പറയുമ്പം ഇതിൻ്റെ ഇത്തിരി അടുത്താണ്, അതുകൊണ്ട് അധികം കുഴപ്പമില്ല. അതാണ്ട് ഗൈസ് ബ്ലൂ. ഓക്കെ, അന്നേരം ഇവിടുന്ന് നമുക്കൊരു മറ്റേ ചെയിൻസോ കൂട്ടത്തൊരു സാധനം കിട്ടി. ഇനി ഇത് നമ്മൾ കൊണ്ട് മറ്റേ യെല്ലോടെ അവിടെ നമ്മളൊരു ഓബി ചെയ്തില്ലേ, ആ ഒരു ഓബിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇത്തിരി വുഡ് കൂട്ട് കിടപ്പുണ്ടായിരുന്നു. ഇനി ഇത് കൊണ്ട് അവിടെ ചെന്ന് അത് മുറിക്കണം. ഈ വഴി പോകുന്ന ഇത്തിരി റിസ്ക്കാണ്. മോൺസ്റ്റർ എപ്പോഴും ഉള്ളൊരു വഴിയാണ്.
എന്നാലും നമ്മൾ റിസ്ക് എടുത്തല്ലേ പറ്റൂ. ഓക്കെ, നമ്മളെല്ലോടെ അടുത്തെത്തി. ഓക്കെ, മോൺസ്റ്റർ അടുത്തൂടെ പോയി. എൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു ഈ മോൺസ്റ്റർ. ഓടിക്കയറണം. ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇത് തുറക്കുമ്പം നമുക്ക് ഈ വുഡിൻ്റെ പീസും എടുക്കണം, പിന്നെ ഈ ഡോറിലും കയറണം. ഇവിടെ മറ്റേണക്കത്തെ തന്നെ വേറൊരു റോബിയുണ്ട് ഗൈസ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സംഭവം ഒരു പസിൽ കൂട്ടാണ്. മൊത്തം ഒരു ഹോബിയും കാണും, പിന്നെ ഓരോരോ ടാസ്ക് കൂട്ടും, പിന്നെ ഓരോന്ന് കളക്ട് ചെയ്യാനും ഒക്കെ കാണും. അതായത് ഇത് കറക്റ്റ് ഓർത്തിരുന്നെല്ലാം ചെയ്യണം. ബട്ട് ഐ സ്റ്റിൽ റേറ്റ് ദിസ് ഗെയിം 9 or 9.5 out of 10. ഐ ലൈക്ക് ഇറ്റ്. ഇനി പർപ്പിൾ ഡോർ നമുക്ക് എടുക്കണം. പർപ്പിൾ ഡോർ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ കൂടി ഷോർട്ട് കട്ട് എടുത്തു പോവാം. ഓക്കെ, നമ്മൾ പർപ്പിളിൻ്റെ അടുത്ത് എത്താറായി. ഇതാണ്ട് പിങ്ക് എത്തി. ബ്ലൂ കൂടി കഴിയുമ്പോൾ നമുക്ക് പർപ്പിൾ ഡോറ് കിട്ടും. ഇപ്പം ബ്ലൂവിൻ്റെ ഇത് കഴിഞ്ഞ് ഇവിടാണ് ഗൈസ് പർപ്പിൾ. കണ്ടേ, നമ്മളങ്ങനെ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത്. ഇപ്പോൾ ഒരു ലാഡർ ഉണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അതുകൊണ്ടൊരു ബ്രഷ്. അവിടെ ഞാനൊരു സ്ഥലം കണ്ട് ഗൈസ്. അവിടെ നമ്മൾ ഈ ചെന്ന് ഈ വുഡ് കൊണ്ടിടണം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വുഡിൻ്റെ പീസുണ്ട്, നമ്മൾ മറ്റേ ഓബി കയറാൻ നേരത്ത് ചെയ്ത്. അന്നേരം അതെടുത്തിട്ട് ഒരു ഹാമർ. അന്നേരം നമുക്കിത് വേണ്ടേന്ന് പറഞ്ഞാൽ റെഡിൻ്റെ അങ്ങോട്ട് നമ്മൾ ചെല്ലണം. അന്നേരം റെഡിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെല്ലാം. അന്നേരം ഇവിടുന്ന് ചെല്ലുന്ന ഇത്തിരി പാടാണ് ഗൈസ്. കണ്ടോ, മോൺസ്റ്റർ എപ്പോഴും കാണും. അത് മാത്രമല്ല, ഇപ്പം നമുക്കൊരു കളറും ഇല്ല അധികം ഒളിക്കാൻ. സോ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് ചെല്ലണം. ഏറ്റവും റിസ്ക് പിടിച്ചൊരു വഴിയാണത്. യെസ് ഗൈസ്, നമ്മളങ്ങനെ റെഡിൻ്റെ അടുത്ത് എത്തി. യെസ്, ഇവിടെ റെഡ് ഉണ്ട്. ഇനി നമുക്ക് ഇന്നേരം ഇവിടുന്ന് പിങ്ക് കിട്ടും. യെസ്, പിങ്ക് ഡോർ ഇനി നമുക്ക് ചെന്ന് തുറക്കണം. എൻ്റെ ഒരു ഐഡിയ വെച്ച് നോക്കുകയാണെങ്കിൽ സേവ് സോണിൽ ചെന്നിട്ട് നമുക്കങ്ങ് ചെല്ലുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മുടെ ഈ ഗെയിമിൽ തന്നെ സെക്കൻഡ് ലാസ്റ്റ് കളറാണ് ഈ പിങ്ക് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരു കളർ കൂടിയുണ്ട്, പക്ഷെ അത് ഈ ബോൾസിലോ അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ബ്ലാക്ക് കളർ കൂട്ടത്തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തൊരു ടൈപ്പ് കളർ കൂട്ട് തന്നെ. പക്ഷെ അത് ഈ കോമൺ വോൾസിലൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെല്ലാ ബ്രഷും കളക്ട് ചെയ്ത എല്ലാ ഇതും കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്കൊരു സ്ഥലം കിട്ടും. അന്നേരം അവിടെ ചെന്ന് നമ്മൾ ആ കളറ് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
ഇവിടാണോ? അല്ല. നമ്മൾ പിങ്കിൻ്റെ കളർ കണ്ട്, പക്ഷെ മോൺസ്റ്ററാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള. ഇത് ഇത്തിരി ഡേഞ്ചറാണ്. ഓക്കെ, നമുക്കന്നേരം ഇവിടെ ഒളിച്ചിരിക്കാം. പിങ്കിൻ്റെ ഡോറും കാണാൻ പറ്റും, മോൺസ്റ്റർ വരുന്നോന്നും കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മളങ്ങനെ നമുക്കൊരു കീ കിട്ടിയിട്ടുണ്ട്. ഈ കീ നമ്മൾ എവിടെ ഇടണ്ടേന്ന് വെച്ച് ഗ്രീനില്ലേ, ഗ്രീനിൻ്റെ അടുത്താണെന്നാണ് എൻ്റെ ഒരു ഊഹം. അല്ല ഗൈസ്, ഇവിടെ അല്ല. ഏതോ ഒരു കളറിൻ്റെ അടുത്ത് നമ്മൾ ഇത് കണ്ടായിരുന്നു, കീ ഇടേണ്ട ഒരു സ്ഥലം. അതിപ്പോൾ ഇവിടാണ്. ഇവിടെ വല്ലതും ആണോ? ക്യാമറ അവിടെ അല്ല. നമ്മളങ്ങനെ എല്ലാ സ്ഥലത്തും ചെന്നിങ്ങനെ നോക്കണം, ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ. മോൺസ്റ്റർ അന്നേരം ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. അന്നേരം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോവാം. ഇവിടെ ആണോ? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇത് തന്നെ. യെസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരെണ്ണം കിട്ടി വീണ്ടും. ഇനി ഇതെവിടെ ഇടണ്ടേന്ന് വെച്ചാൽ നമ്മൾ എല്ലോടെ മറ്റേ ഒരു ഓബി ചെയ്തില്ലേ, അതിൻ്റെ എൻഡിൽ. ഓക്കെ, നമുക്കങ്ങനെ ചെല്ലാം. മോൺസ്റ്റർ എപ്പോഴും നമ്മുടെ പുറകെയാണ്. എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ ഗെയിമിൽ ഇനി 2 അതിൽ കൂടുതലോ മോൺസ്റ്റർ ഉണ്ടോ എന്ന്. കാരണം എപ്പോൾ ചെന്നാലും അവിടെ ഒരു മോൺസ്റ്റർ കാണും, ഏത് വഴിയിലും എവിടെയും. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ്റെ അടുത്ത്. ഓക്കെ, നമ്മളങ്ങനെ എല്ലോടെ അടുത്ത് എത്താറായി. ഇപ്പം നമ്മൾ റെഡിൻ്റെ ആ ഒരു ഏരിയയിലാണ്. വേണ്ടന്നേരം ഇനി ഇവിടുന്ന് തൊട്ടടുത്തോട്ട് ചെന്നാൽ നമുക്ക് കിട്ടും. മോൺസ്റ്റർ അങ്ങോട്ട് പോയി ഓടിക്കേറിയ കിട്ടി. യെസ് യെസ്. ഈ ഓബി ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്തത്. ആകപ്പാട് മോൺസ്റ്റർ വരാത്തൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് ഈ ഓബിയാണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. നിനക്ക് തന്നെ മോസ്റ്റ്ലി നമ്മൾ വീഴാനും ചാൻസ് ഉള്ള ഒരെണ്ണം കൂടിയാണ്. ഓക്കെ ഗായ്സ്, സോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഓബിയുടെ ലാസ്റ്റ് സ്റ്റേജിലോട്ട് വന്ന്
യെസ് ഗൈസ്, നമ്മളങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ചെന്ന് കീ ഇടണം. ഓക്കെ, കീ ഇട്ടു. നമുക്കന്നേരം അന്നേരം ഇപ്പം ഇവർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 12 എണ്ണം കാണണമെന്നാണ്, പക്ഷെ 12 എണ്ണം ഇല്ല. അന്നേരം ഇപ്പം എന്ത് കൊടുക്കും? നമുക്കിപ്പം 13 എണ്ണവേ ഉള്ളു, പ്രത്യേകിച്ച് കളറും ഇല്ല. ഇവിടെ നമ്മൾ വന്നതാണോ? അവിടെ വന്നേ. ഇനി നമുക്ക് ഗ്രീനിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് അവിടുന്ന് ഇനി നമുക്കൊരു സ്ഥലത്തോട്ട് ചെല്ലണം. ഓക്കെ, കറക്റ്റ് വഴി കൂടാണ് പോകുന്നത്. ഓക്കെ, ഇത് ഗ്രീനിൻ്റെ ഇവിടുന്ന് വരുമ്പോഴാണ് ഏറ്റവും ഫൈനൽ സ്റ്റേജ്. ഇവിടെ എങ്ങാണ്ടായിരുന്നു ഗൈസ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു. ഓ, ഇനിയിപ്പോൾ എന്തോ കൊടുക്കും? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ബ്രഷ് അത്രയും നമുക്ക് ഇപ്പോഴും കാണും. പിന്നെ നമ്മളിനി ഗെയിമിനി ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. അപ്പം എന്തോ കൊടുക്കും? അന്നേരം ഐ തിങ്ക് ഐ ഷുഡ് എൻഡ് ദിസ് നൗ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വേറൊരടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. സോ ഓക്കെ ഗൈസ്, ബൈ, സി യു.